മിശിഹായിൽ സ്നേഹമുള്ള വികാരിച്ച വിശ്വാസ പരിശീലകരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാർഷിക പരീക്ഷയ്ക്ക് സമയമായി. ഫെബ്രുവരി 21 ഞായറാഴ്ചയാണ് പരീക്ഷ. എന്നാൽ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് പേടി വേണ്ട കേട്ടോ. നിങ്ങളെ എപ്പോഴും സഹായിക്കുവാൻ സന്നദ്ധതയുള്ള വിശ്വാസ പരിശീലന കേന്ദ്രം വാർഷിക പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് വേണ്ടി സാധ്യതാ ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ്. മുൻ വർഷത്തേതുപോലെ അതിരൂപതാ കേന്ദ്രത്തിൽ നിന്നുമല്ല ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നത്. നിങ്ങളുടെ ഇടവകയിലെ വികാരിച്ചിൻ്റെ നേതൃത്വത്തിൽ കാറ്റഗിസം ടീച്ചറാണ് ചോദ്യം ശരിയാക്കി നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി നൽകുന്നത്. അതുകൊണ്ട് പരീക്ഷ നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും. മുൻ വർഷങ്ങളിലെ പോലെ പള്ളിയിൽ പോയി നിങ്ങളുടെ കാറ്റഗിസം ടീച്ചറിനോടൊപ്പം കൂട്ടുകാരൊരുമിച്ച് ക്ലാസ്സുകളിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വികാരിച്ചിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലകർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഞായറാഴ്ച തോറുമുള്ള ക്ലാസ്സുകൾ വളരെ ഭംഗിയായി നടക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷകരം. നിങ്ങളുടെ മാതാപിതാക്കളാകട്ടെ വീട് ഒരു വിശ്വാസ പരിശീലന കളരി എന്ന രീതിയിൽ ഡോമുസ് കാറ്റ് വളരെ ഭംഗിയായി നടത്തുകയുണ്ടായി. നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളോടൊപ്പം കാറ്റഗിസം ക്ലാസ്സുകൾ പഠിച്ചു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അതിൽ വളരെ അഭിമാനകരം. പ്രിയമുള്ള കുട്ടികളെ, ഈ ഞായറാഴ്ച തോറുമുള്ള കാറ്റഗിസം ക്ലാസ്സുകളിലൂടെ ദൈവിക കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ സഭയുടെ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിക്കുകയുണ്ടായി. സമൂഹത്തിലും സഭയിലും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നമ്മൾക്ക് അറിയുവാൻ കഴിഞ്ഞു. വാർഷിക പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി വേണ്ട. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുവാനുള്ള ഒരവസരമാണ്. പ്രിയമുള്ള കുട്ടികളെ, സാധ്യതാ ചോദ്യങ്ങൾ ഇപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള കുട്ടികൾക്ക് ചോദ്യോത്തരങ്ങളാണ്. എഴുത്ത് പരീക്ഷയല്ല ഉദ്ദേശിക്കുന്നതും. 4 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സാധിക്കുമെങ്കിൽ എഴുത്ത് പരീക്ഷയാണ്. ഇതിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്രകാരമാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എഴുതാവുന്ന ചോദ്യങ്ങൾ, പിന്നെ നമസ്കാരങ്ങൾ, ലോഗോ, ദൈവവചനം പാഠപുസ്തകത്തെ ആസ്പദമാക്കി പഠിക്കുക, അതോടൊപ്പം തന്നെ കാർലോ അക്യുത്തീസ് എന്നുള്ള ഉപപാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ, സത്യദീപത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. പിന്നെ ഒരു പൊതു ചോദ്യമാണ് നിങ്ങളുടെ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യമായിരിക്കും. അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതുവാൻ സാധിക്കും. ഇപ്രകാരം ഈ സാധ്യതാ ചോദ്യങ്ങൾ ഒരുങ്ങി നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ക്ലാസ് 3 പാർട്ടി എ 30 സാധ്യതാ ചോദ്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ നിന്ന് 10 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വീതമാണ്. ചോദ്യം 1: ആരാണ് നമുക്ക് ജീവൻ നൽകിയത്? ആരാണ് നമുക്ക് ജീവൻ നൽകിയത്? ചോദ്യം 2: മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷം ആരുടെ കൂടെ ജീവിക്കുന്നതാണ്? മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ആരുടെ കൂടെ ജീവിക്കുന്നതാണ്? ചോദ്യം 3: ഏതേൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്നത് ആരെല്ലാമായിരുന്നു? ഏതേൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്നത് ആരെല്ലാമായിരുന്നു? ചോദ്യം 4: ഏതേൻ തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്നാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്? ഏതേൻ തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത് എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്? ചോദ്യം 5: ദൈവത്തിൻ്റെ വചനം നിരസിക്കുവാൻ ആദി മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത് ആര്? ദൈവത്തിൻ്റെ വചനം നിരസിക്കുവാൻ ആദി മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത് ആര്? ചോദ്യം 6: ആദത്തിൻ്റെയും ഹൗവയുടെയും മൂത്ത പുത്രൻ്റെ പേര് എന്ത്?
ആദത്തിൻ്റെയും ഹൗവയുടെയും മൂത്ത പുത്രൻ്റെ പേര് എന്ത്? ചോദ്യം 7. കായേൻ ദൈവത്തിന് സമർപ്പിച്ചത് എന്താണ്? കായേൻ ദൈവത്തിന് സമർപ്പിച്ചത് എന്താണ്? ചോദ്യം 8. തൻ്റെ ആട്ടിൻകുട്ടികളിൽ നല്ലതിനെ ദൈവത്തിന് സമർപ്പിച്ചത് ആരാണ്? തൻ്റെ ആട്ടിൻകുട്ടികളിൽ നല്ലതിനെ ദൈവത്തിന് സമർപ്പിച്ചത് ആരാണ്? ചോദ്യം 9. നോഹയോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായി ദൈവം സ്ഥാപിച്ചത് എന്ത്? നോഹയോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായി ദൈവം സ്ഥാപിച്ചത് എന്ത്? ചോദ്യം 10. യാക്കോബിൻ്റെ സന്തതി പരമ്പരയെ വിളിക്കുന്ന പേര് എന്താണ്? യാക്കോബിൻ്റെ സന്തതി പരമ്പരയെ വിളിക്കുന്ന പേര് എന്താണ്? ചോദ്യം 11. ദൈവത്തിൻ്റെ സ്വന്തം ജനം ആരാണ്? ദൈവത്തിൻ്റെ സ്വന്തം ജനം ആരാണ്? ചോദ്യം 12. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ദൈവം നിയോഗിച്ചത് ആരെ? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ദൈവം നിയോഗിച്ചത് ആരെ? ചോദ്യം 13. മോശയ്ക്ക് സഹായിയായി ദൈവം നൽകിയത് ആരെ? മോശയ്ക്ക് സഹായിയായി ദൈവം നൽകിയത് ആരെ? ചോദ്യം 14. ദൈവം 10 പ്രമാണങ്ങൾ മോശയ്ക്ക് നൽകിയത് എവിടെ വച്ചാണ്? ദൈവം 10 പ്രമാണങ്ങൾ മോശയ്ക്ക് നൽകിയത് എവിടെ വച്ചാണ്? ചോദ്യം 15. 10 കൽപ്പനകൾ എത്രയായി സംഗ്രഹിക്കാം? 10 കൽപ്പനകൾ എത്രയായി സംഗ്രഹിക്കാം? ചോദ്യം 16. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ശരിയായ വഴി കാണിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് എന്ത്? സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ശരിയായ വഴി കാണിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് എന്ത്? ചോദ്യം 17. നമുക്ക് 10 കൽപ്പനകൾ നൽകിയത് ആരാണ്? നമുക്ക് 10 കൽപ്പനകൾ നൽകിയത് ആരാണ്? ചോദ്യം 18. ദൈവകൽപ്പനകളുടെ ലംഘനം എന്താണ്? ദൈവകൽപ്പനകളുടെ ലംഘനം എന്താണ്? ചോദ്യം 19. നമ്മെ രക്ഷിക്കാൻ മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ ആര്? നമ്മെ രക്ഷിക്കാൻ മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ ആര്? ചോദ്യം 20. ഈശോ ആരിൽ നിന്നാണ് മാമോദീസ സ്വീകരിച്ചത്? ഈശോ ആരിൽ നിന്നാണ് മാമോദീസ സ്വീകരിച്ചത്? ചോദ്യം 21. പാപാവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തി ദൈവമക്കളാക്കി തീർക്കുന്ന കൂദാശ ഏത്? പാപാവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തി ദൈവമക്കളാക്കി തീർക്കുന്ന കൂദാശ ഏത്? ചോദ്യം 22. ആരുടെ നാമത്തിലാണ് മാമോദീസ നൽകപ്പെടുന്നത്? ആരുടെ നാമത്തിലാണ് മാമോദീസ നൽകപ്പെടുന്നത്? ചോദ്യം 23. ജീവജലത്തിൻ്റെ അരുവികൾ ഏത്? ജീവജലത്തിൻ്റെ അരുവികൾ ഏത്? ചോദ്യം 24. കത്തോലിക്ക സഭയുടെ തലവൻ ആര്? കത്തോലിക്ക സഭയുടെ തലവൻ ആര്? ചോദ്യം 25. ആദിമ സഭാ സമൂഹത്തെക്കുറിച്ച് വിവരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പുസ്തകം ഏത്? ആദിമ സഭാ സമൂഹത്തെക്കുറിച്ച് വിവരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പുസ്തകം ഏത്? ചോദ്യം 26. സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ചോദ്യം 27. ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച ഈശോയുടെ ശിഷ്യൻ ആരാണ്? ഭാരതത്തിൽ വന്ന്
സുവിശേഷം പ്രസംഗിച്ച ഈശോയുടെ ശിഷ്യൻ ആരാണ്? ചോദ്യം 28. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്ര? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്ര? ചോദ്യം 29. ദുക്രാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദുക്രാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചോദ്യം 30. നന്മയിൽ വളരാൻ നമ്മെ സഹായിക്കുന്നതിനായി ദൈവം തന്നിരിക്കുന്ന കൂട്ടുകാർ ആരാണ്? നന്മയിൽ വളരാൻ നമ്മെ സഹായിക്കുന്നതിനായി ദൈവം തന്നിരിക്കുന്ന കൂട്ടുകാർ ആരാണ്? പാർട്ട് ബി. ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരം എഴുതുക. ആകെ മൊത്തം 18 സാധ്യതാ ചോദ്യങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഇതിൽ നിന്ന് 5 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് നൽകുന്നത്. ചോദ്യം 1. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ചോദ്യം 2. നസ്രത്തിലെ കൊച്ചു വീട്ടിൽ താമസിച്ചിരുന്നത് ആരെല്ലാം? നസ്രത്തിലെ കൊച്ചു വീട്ടിൽ താമസിച്ചിരുന്നത് ആരെല്ലാം? ചോദ്യം 3. പ്രലോഭനങ്ങൾ എന്നാൽ എന്ത്? പ്രലോഭനങ്ങൾ എന്നാൽ എന്ത്? ചോദ്യം 4. ദൈവം മോശയെ തിരഞ്ഞെടുത്തത് എന്തിന്? ദൈവം മോശയെ തിരഞ്ഞെടുത്തത് എന്തിന്? ചോദ്യം 5. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിച്ചത് എപ്പോൾ? ചോദ്യം 5. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിച്ചത് എപ്പോൾ? ചോദ്യം 6. വിശുദ്ധ തൈലം കൊണ്ട് നമ്മളെ ലേപനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ത്? വിശുദ്ധ തൈലം കൊണ്ട് നമ്മെ ലേപനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ത്? ചോദ്യം 7. എന്തിനു വേണ്ടിയാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും കൂടെ കൂടെ സ്വീകരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും കൂടെ കൂടെ സ്വീകരിക്കുന്നത്? ചോദ്യം 8. മാമോദീസ, തൈലാഭിഷേകം, തിരുപ്പട്ടം ഈ കൂദാശകൾ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്? മാമോദീസ, തൈലാഭിഷേകം, തിരുപ്പട്ടം തുടങ്ങിയ കൂദാശകൾ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്? ചോദ്യം 9. ഈശോ ശിഷ്യന്മാരിൽ നിന്ന് എന്തിനു വേണ്ടിയാണ് 12 പേരെ തിരഞ്ഞെടുത്തത്? ചോദ്യം 9. ഈശോ ശിഷ്യന്മാരിൽ നിന്ന് എന്തിനു വേണ്ടിയാണ് 12 പേരെ തിരഞ്ഞെടുത്തത്? ചോദ്യം 10. പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയതെങ്ങനെ? പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയത് എങ്ങനെ? ചോദ്യം 11. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മെ എങ്ങനെയാണ് സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ചോദ്യം 12. എന്തിൻ്റെ ഓർമ്മയായിട്ടാണ് നാം ദുക്രാന തിരുനാൾ ആചരിക്കുന്നത്? എന്തിൻ്റെ ഓർമ്മയായിട്ടാണ് നാം ദുക്രാന തിരുനാൾ ആചരിക്കുന്നത്? ചോദ്യം 13. ആരാണ് കാവൽ മാലാഖമാർ? ആരാണ് കാവൽ മാലാഖമാർ? ചോദ്യം 14. തൈലാഭിഷേകം എന്നാൽ എന്ത്? തൈലാഭിഷേകം എന്നാൽ എന്ത്? ചോദ്യം 15. കൂദാശകൾ എന്നാൽ എന്ത്? ആകെ എത്ര കൂദാശകളാണ് സഭയിൽ ഉള്ളത്? കൂദാശകൾ എന്നാൽ എന്ത്? ആകെ എത്ര കൂദാശകളാണ് സഭയിൽ ഉള്ളത്? ചോദ്യം 16. ഈശോ 12 പേരെ വിളിച്ച് എന്താണ് ചുമതലപ്പെടുത്തിയത്? ഈശോ 12 പേരെ വിളിച്ച് എന്താണ് ചുമതലപ്പെടുത്തിയത്? ചോദ്യം 17. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്ര? അവ ഏവ? ചോദ്യം 17. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്ര? അവ ഏവ? ചോദ്യം 18. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്ര? അവ ഏവ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്ര? അവ ഏവ? പാർട്ട് സി. നമസ്കാരങ്ങൾ. ആകെ മൊത്തം 5 സാധ്യതാ നമസ്കാരങ്ങളാണ് നാം നൽകുന്നത്. ഇതിൽ നിന്ന്
2 നമസ്കാരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ നമസ്കാരത്തിനും 2.5 മാർക്ക് വീതം. ചോദ്യം 1. ത്രിത്വസ്തുതി ചൊല്ലുക. ത്രിത്വസ്തുതി ചൊല്ലുക. ചോദ്യം 2. കുരിശടയാളം വലുത് വരയ്ക്കുക. കുരിശടയാളം വലുത് വരയ്ക്കുക. ചോദ്യം 3. സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം ചൊല്ലുക. ചോദ്യം 3. സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം ചൊല്ലുക. ചോദ്യം 4. പ്രധാന പുണ്യപ്രവൃത്തികൾ പറയുക. പ്രധാന പുണ്യപ്രവൃത്തികൾ പറയുക. ചോദ്യം 5. ദൈവിക പുണ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുക. ദൈവിക പുണ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുക. പാർട്ട് ഡി 7 പൊതു ചോദ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചോദ്യത്തിന് 2.5 മാർക്ക് വീതമാണ്. ചോദ്യം 1. സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രാർത്ഥന ചൊല്ലുക. സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രാർത്ഥന ചൊല്ലുക. ചോദ്യം 2. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏതെങ്കിലും 5 അനുഗ്രഹങ്ങൾ പറയുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏതെങ്കിലും 5 അനുഗ്രഹങ്ങൾ പറയുക. ചോദ്യം 3. നല്ല ശീലങ്ങളെക്കുറിച്ച് പറയുക. നല്ല ശീലങ്ങളെക്കുറിച്ച് പറയുക. ചോദ്യം 4. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല കുട്ടിയായി വളരുവാൻ വേണ്ട 5 കാര്യങ്ങൾ ഏത്? ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല കുട്ടിയായി വളരുവാൻ വേണ്ട 5 കാര്യങ്ങൾ ഏത്? ചോദ്യം 5. ക്ലാസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ ഏതെല്ലാമാണ്? ക്ലാസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ ഏതെല്ലാമാണ്? ചോദ്യം 6. ജീവദാതാവായ ദൈവം എന്ന പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് കൂടുതലായി പ്രതിപാദിക്കുന്നത്? ജീവദാതാവായ ദൈവം എന്ന പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് കൂടുതലായി പ്രതിപാദിക്കുന്നത്? ചോദ്യം 7. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 10 കൽപ്പനകളെ എത്രയായി സംഗ്രഹിച്ചിരിക്കുന്നു? അവ ഏതെല്ലാമാണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ എത്രയായി സംഗ്രഹിച്ചിരിക്കുന്നു? അവ ഏതെല്ലാമാണ്? പാർട്ട് ഇ 5 പാട്ടുകളാണ് നമുക്ക് പാടാനുള്ളത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പാട്ടിന് 5 മാർക്ക് വീതമാണുള്ളത്. ചോദ്യം 1. സീനായി എന്ന് തുടങ്ങി സ്വന്തം ജനം എന്ന് അവസാനിക്കുന്ന പാട്ടാണ്. ചോദ്യം 2. നേരായ പാതയെ നടന്നിടുവാൻ എന്ന് തുടങ്ങി കൽപ്പനകൾ എന്ന് അവസാനിക്കുന്ന പാട്ടാണ്. ചോദ്യം 3. ഇസ്രായേൽ മക്കളെ എന്ന് തുടങ്ങി ഗേഹത്തിലെത്തിടുവാൻ എന്ന് തീരുന്ന പാട്ടാണ്. ചോദ്യം 4. മക്കളം നമ്മൾ തൻ പാപങ്ങൾ എന്ന് തുടങ്ങി തീർന്നിടും എന്ന് അവസാനിക്കുന്ന പാട്ടാണ്. ചോദ്യം 5. യോർദാൻ നദിയിൽ ഈശോ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. പ്രിയമുള്ള കുട്ടികളെ, ഈ സാധ്യതാ ചോദ്യങ്ങൾ നന്നായി ഒരുങ്ങി നന്നായി പരീക്ഷ എഴുതുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.